കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ ഛത്തീസ്ഗഡ് ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി സഞ്ജീവ് ശ്രീവാസ്തവ 24-നോട് സംസാരിക്കുകയാണ്. പരാതി കിട്ടിയാൽ നടപടി സ്വീകരിക്കുന്നത് പോലീസിന് ഉത്തരവാദിത്തമാണ്. പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കന്യാസ്ത്രീകൾക്കെതിരെ കേസെടുത്തത്. ജാമ്യം നൽകിയ കോടതി തീരുമാനത്തെ അംഗീകരിക്കുന്നുവെന്നും സഞ്ജീവ് ശ്രീവാസ്തവ പറഞ്ഞു. एक कंप्लेंट आती है और कंप्लेंट के आधार पे पुलिस अपनी कार्रवाई करती है और न्यायालय ने उनको बेल दी है, जमानत दी है. तो मुझे लगता है कि बीजेपी न्यायालय के आदेश पे विश्वास रखती है. लेकिन जिस तरीके से जो कंप्लेंट्स आई, पुलिस ने उस पर जाँच की, जो भी अपनी कार्रवाई की है, और हम सब जो लोग इस बात को मानते हैं कि न्यायालय उस पर जो फैसला देता है तो उन्होंने उस पर उनको एक जमानत दी है. तो मुझे लगता है कि उनको वहाँ से राहत मिली है. അജീഷ് കുമാർ വിനോദിച്ചിരുന്നു. അജീഷ്, ഈ ബജ്രംഗ് ദളിനെതിരെ ആ ഛത്തീസ്ഗഡിലെ കുട്ടികളുടെ ഒരു പരാതി ആത്തി ഹേ അജീഷ് ഈ പോലീസിലേക്ക്. ആ പരാതിയിൽ പക്ഷേ ഈ പറയുന്ന മട്ടിൽ ആ യുക്തി വർക്കൗട്ടായില്ല. പരാതി കിട്ടിയാൽ ഉടൻ കേസെടുക്കും എന്ന യുക്തി. അജീഷ്, ഇതുവരെയ്ക്കും പോലീസ് കേസ് എടുത്തിട്ടില്ല. നമ്മൾ അല്പസമയം മുമ്പ് പോലും അവിടെ വിളിച്ച് അന്വേഷിച്ചതാണ്. പോലീസ് ഇതുവരെയ്ക്കും കേസ് എടുത്തിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ 3 ദിവസം മുമ്പാണ് പെൺകുട്ടികൾ ആദ്യമായിട്ട് നാരായൺപൂർ SP-ക്ക് മുമ്പിൽ ഈ പരാതി ആദ്യം നൽകുന്നത്. അപ്പോൾ SP ആണ് പറഞ്ഞത് അതാത് പോലീസ് സ്റ്റേഷൻ ലിമിറ്റുകൾ, അതായത് പെൺകുട്ടികളുടെ വീടിരിക്കുന്ന സ്ഥലങ്ങളിലെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ. അങ്ങനെ ഈ 2 പെൺകുട്ടികൾ ഓർച്ച പോലീസ് സ്റ്റേഷനിലും മറ്റൊരു പെൺകുട്ടി കുക്കുടോജോർ എന്ന് പറയുന്ന പോലീസ് സ്റ്റേഷനിലും പരാതി നൽകി. അവിടെ നിന്ന് കേസെടുത്ത് പിന്നീട് ഈ സംഭവം നടന്ന ദുർഗ് പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുമെന്നാണ് ആദ്യം അറിയിച്ചിരുന്നത്. പക്ഷേ പിന്നീട് ആ പോലീസ് ഒരു നടപടിയും തുടർ നടപടിയും സ്വീകരിച്ചിട്ടില്ല. എന്തായാലും ഈ പെൺകുട്ടികൾക്ക് നിയമസഹായം നൽകുന്ന CPI നാരായൺപൂരിൽ നാളെ ഒരു പ്രതിഷേധം നടത്തുന്നുണ്ട്. ഈ പോലീസിന്റെ ഈ പോലീസ് കേസെടുക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് നാളെ അവിടെ ഒരു പ്രകടനം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. അതായത് ഈ ബജ്രംഗ് ദൾ പ്രവർത്തകർ പോലീസ് സ്റ്റേഷനിൽ അതിക്രമിച്ചു കയറുകയും ഈ പെൺകുട്ടികളെ, ഈ കന്യാസ്ത്രീകളെയും ഭീഷണിപ്പെടുത്തി വ്യാജ വകുപ്പുകൾ ചുമത്തി കേസ് എടുപ്പിക്കുകയും ചെയ്ത സംഭവത്തിൽ അതിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നപ്പോൾ സ്വമേധയാ കേസെടുക്കേണ്ട വകുപ്പുണ്ടായിരുന്നിട്ട് പോലും പോലീസ് കേസെടുത്തില്ല. മാത്രമല്ല കന്യാസ്ത്രീകൾക്കെതിരെ ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തത്. പക്ഷേ ആ കേസ് ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ ജാമ്യം കിട്ടിയെങ്കിൽ പോലും പോലീസ് അന്വേഷണം അവിടെ നിന്ന് കേസെടുത്തതിനപ്പുറം ഒരു അടി മുന്നോട്ട് പോയിട്ടില്ല. അതാണ് ഈ സത്യത്തിൽ സഭയും കുഴപ്പിക്കുന്നത്. കാരണം ഹൈക്കോടതിയിൽ ഈ കേസ് ക്വാഷ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് പോകണമെങ്കിൽ പോലും ഈ പോലീസിന്റെ ചാർജ് ഷീറ്റ് അടക്കമുള്ളത് ആവശ്യമുണ്ട്. പോലീസ് അന്വേഷണം എന്തായെന്ന് കോടതി ചോദിക്കും. പക്ഷേ നിലവിൽ പോലീസിന്റെ അന്വേഷണം ഈ കേസ് എടുത്തത് അതിനപ്പുറം കന്യാസ്ത്രീകളെ ചോദ്യം ചെയ്യുകയോ തെളിവെടുപ്പ് നടത്തുകയോ തുടർന്ന് ഒരു നടപടിയും ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് സഭ ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം ഈ പോലീസിന്റെ തുടർ നടപടിയും NIA-യുടെ അടക്കം നീക്കം എന്താണെന്ന് മനസ്സിലാക്കിയതിനു ശേഷം ഹൈക്കോടതിയെ സമീപിച്ചാൽ മതി എന്നുള്ളൊരു തീരുമാനത്തിൽ എത്തിയത്. നിലവിൽ നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ചിട്ട് സംസ്ഥാന സർക്കാർ ഒരു റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് നൽകുകയും തുടർന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് NIA-ക്ക് ഈ കേസ് എടുക്കാൻ അനുമതി നൽകുകയും ചെയ്യേണ്ടത്. നിലവിൽ അത്തരത്തിലുള്ള നീക്കമൊന്നും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് സഭ കാത്തിരിക്കുകയാണ് ഈ സർക്കാരിന്റെയും ഒപ്പം തന്നെ NIA-യുടെയൊക്കെ തുടർ നീക്കം എന്താണ് എന്ന് അറിഞ്ഞ ശേഷം മാത്രമേ ഇനി ഹൈക്കോടതിയിലടക്കം പോകുന്നതിനുള്ള കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാവുകയുള്ളൂ. ഓക്കെ, അജീഷ് ശിവകുമാറാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ഒരു സ്വാഭാവിക നടപടി എന്നാണ് ഛത്തീസ്ഗഡ് DGP അജീഷിനോട് നേരത്തെ സംസാരിച്ചത്. ഒരു പരാതി കിട്ടി, അതിന്റെ അടിസ്ഥാനത്തിൽ നടപടി എടുക്കുകയായിരുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബജ്രംഗ് ദളിനെതിരെ അവരുടെ പരാതി ഉണ്ട്. അത് സ്വാഭാവിക നീതിയാണെങ്കിൽ ആ പരാതിയിൽ നടപടി ഉണ്ടാവണം. അത് നടപടി മാത്രം ഉണ്ടാവുന്നില്ല. അതുകൊണ്ടാണ് സെലക്റ്റീവാണ് എന്ന് പറയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.